ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. എവിടേക്കാണെങ്കിൽ മാൾട്ടയിലെ ബുസ്കറ്റ് വുഡ്ലാൻഡ് എന്ന് പറയുന്ന ചെറിയൊരു വനപ്രദേശത്തിലേക്കാണ് വന്നിട്ടുള്ളത്. മാൾട്ടയിൽ പൊതുവെ മരങ്ങൾ തീരെ കുറവായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നാച്ചുറലായിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ഏറ്റവും വലിയൊരു കാടാണ് ഈ ബുസ്കറ്റ് വുഡ്ലാൻഡ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാൾട്ടയിലെ ഭരണാധികാരികൾ അവരുടെ വിനോദത്തിനും നായാട്ടിനും വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ് ഈ വനം. വനത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പ്രധാനമായിട്ടും പൈൻ, ഓക്ക്, ഒലീവ്, നാരകം കൂടാതെ ഓറഞ്ച്, പിന്നെ ഒരുപാട് പൂക്കളും ഒക്കെ ഈ വനത്തിലുണ്ട്. കൂടാതെ ഇവിടെ വെർഡാല പാലസ് എന്ന് പറയുന്നൊരു മാൾട്ടീസ് പ്രസിഡന്റിൻ്റെ വേനൽക്കാല വസതി ഇവിടെയാണുള്ളത്. ആ ഭാഗത്തേക്കൊന്നും ഞാനങ്ങനെ കാര്യമായിട്ട് പോയില്ല കേട്ടോ, കാരണം ഇത് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ പോയിട്ടുള്ളൂ. 1586 നിർമ്മിച്ച ഈ കൊട്ടാരം ഭയങ്കര രസമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ പൂക്കളുടെ മണം നമ്മുടെ മൂക്കിലേക്ക് തുളച്ച് കയറും. ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ അത്. വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനും കൊണ്ടുവന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ജൂൺ 29 ഇവിടെ ഒരു കർഷകന്മാരുടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അത് ആഘോഷിക്കുന്നത് ഈ കാട്ടിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുഴുവനായിട്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്തായാലും വൺ ടൈം അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. മാൾട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏരിയയിലാട്ടോ ഈ കാട് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടാതെ 4-5 നാച്ചുറൽ ഫോറസ്റ്റുകൾ മാൾട്ടയിലുണ്ട്. അതൊന്നും ഇത്ര വലിപ്പമില്ല. ഇതാണ് ഏറ്റവും വലുത്. ഇപ്പോഴും പണ്ട് കാലത്തെ അവരുടെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നശിക്കാതെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു കോഫി, ഇവിടെ നമുക്ക് കഴിക്കാനും കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കിട്ടില്ല. ഈ ഒരൊറ്റൊരു ഷോപ്പ് മാത്രമേ ഞാൻ പോയപ്പോൾ കണ്ടുള്ളൂ. അതൊക്കെ കഴിച്ച് മെല്ലെ പുറത്തിറങ്ങി. എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. വേറെ വലിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.